നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ആളെ തൂഫാൻ പദ്ധതി പ്രകാരം അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ആക്ഷേപമുണ്ടോ? അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്, റിമാൻഡ് ചെയ്തു, പ്രൊട്ടക്ട് ചെയ്തില്ല, ആരെയും ഒരാളെ പ്രൊട്ടക്ട് ചെയ്തില്ല. പിന്നെ പലരും വന്നിട്ട് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞ് എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ ലഹരി കച്ചവടമാണെന്ന്. പിന്നെ ഞാനൊന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയണമുണ്ട്. അല്ലല്ല നിക്കി എന്ന് പറഞ്ഞു തീർക്കട്ടെ. ഐശ്വര്യൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വന്ന് പറയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി കച്ചവടം ഒന്ന് പാർട്ടി സെക്രട്ടറി പറയാ. എന്റെ പേഴ്സണൽ സ്റ്റാഫാണ്. എന്തായാലത് നിങ്ങൾക്കറിയാല്ലേ, മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഈ സെക്രട്ടറി എവിടെയായിരുന്നു, ഈ പാർട്ടി സെക്രട്ടറി? പറഞ്ഞോട്ടെ, അത് പുള്ളി ഞാനെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടി ഇത് വന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഐശ്വര്യമാണെന്ന് പറഞ്ഞു. ഇല്ലില്ല, അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണ പരിധിയിൽ സർക്കാർ ഇടപെടില്ല. ഞാനത് ദേവസ്വം മന്ത്രിയായിട്ട് അത് വളരെ വിശദമായി സംസാരിച്ചു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അവർ തന്നെ സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, നമ്മളല്ല വെച്ചത്, ഹൈക്കോടതി തന്നെ നേരിട്ട് സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണമാണ്. ഗുരുതരമായ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നടന്നതാണ്. കട്ടളപ്പടി അടിച്ചു മാറ്റി, സ്വർണ്ണ അടിച്ചു മാറ്റി, ഇപ്പൊ അയ്യപ്പന്റെ നെയ്യ് കൂടി അടിച്ചു മാറ്റി. എന്താ നടന്നിരുന്നത്? അതിനെല്ലാം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു, എല്ലാം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാ. എത്രാമത്തെ LDF ഭരണകാലത്ത് എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാ ജയിലിൽ കിടക്കണത്? അമ്പലം വിഴുങ്ങികളായിരുന്നില്ല ഇവര്. ശബരിമലയിലെ ഏറ്റവും പുണ്യപുരാതനമായ ശബരിമല ക്ഷേത്രത്തിൽ കളവ് നടത്തിയിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത തരത്തിൽ എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കുന്നത്? സ്വർണ്ണ അടിച്ചു മാറ്റി, കട്ടള അടിച്ചു മാറ്റി, ദ്വാരപാലക ചിലപ്പോൾ അടിച്ചു മാറ്റി, അവസാനത്തെ നെയ്യ് കൂടി അടിച്ചു മാറ്റി. ഇനി എന്തെല്ലാം വരായിരിക്കും. എന്തായിരുന്നു അവിടെ നടന്നത്? LDF ഭരണകാലത്ത് എന്തായിരുന്നു അവിടെ നടന്നത്? എത്രാമത്തെ നിങ്ങൾ ഞങ്ങളെ ഓഫീസിൽ നിന്ന് ആകെ കൊടുത്തിരിക്കുന്നത് CMO കേരളം എന്നുള്ളത് പുനഃസ്ഥാപിച്ച് തന്നെ എന്ന് പറയുന്നുണ്ട്. അത് അവർ ചെയ്തു തന്നിട്ടില്ല. മറ്റേ ഇത്ര നാളായിട്ട് 2 മാസമായിട്ട് അത് റീസ്ട്രക്ചർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ വന്നത് ഒന്നാമത്തെ ആവശ്യമായ ആശുപത്രികൾ എംപാനൽ ചെയ്തിട്ടില്ല. കൂടുതലും ഹോസ്പിറ്റൽസ് ആണത് എംപാനൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ആശുപത്രികളിൽ എംപാനൽ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ നല്ല ഡിപ്പാർട്ട്മെന്റ്സ് അതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ വ്യാപകമായ പരാതികൾ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഭാഗത്തുണ്ട്. ഞങ്ങൾ റീസ്ട്രക്ചർ ചെയ്യാം. പോരെ, ഇത്രയും മതി.